കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരുന്ന 3 രോഗികൾ മരിച്ചു. പുക ഉയർന്നതിന് പിന്നാലെ രോഗികളെ മാറ്റുന്നതിനിടെയാണ് മരണമെന്ന് MLA ടി സിദ്ദിഖ് അറിയിച്ചു. വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വയനാട് സ്വദേശി നസീറ മരിച്ചെന്ന് ബന്ധുക്കളും വ്യക്തമാക്കി. ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിലൊന്ന് ഞാനിപ്പോ നസീറ എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരു ലേഡി. ഞാനിവിടെ ചോദിച്ച സമയത്ത് എന്നോട് കൃത്യമായ മറുപടി പറഞ്ഞില്ല. അതിനിടയ്ക്കാണ് എനിക്ക് ഒരു വിവരം ലഭിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 1-ാം വാർഡിൽ പോയി. പോയ സമയത്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ആ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണമെങ്കിൽ കേസ് ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പൊ കേസ് ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ആ ബോഡി അവിടെയാണുള്ളത്, കേസ് ഷീറ്റ് ഇവിടെയാണുള്ളത്. അപ്പം തന്നെ വളരെ വിസിബിൾ ആണ്, വളരെ ക്ലിയർ ആണ്. പിന്നെ അവര് മകനും മരുമകനും ഉൾപ്പെടെയുള്ള കുടുംബങ്ങളൊക്കെ പറഞ്ഞു വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് അവര് ഈ ആളുകൾ ഓടുന്ന സമയത്ത് പേഷ്യന്റിനെ ആയിട്ട് ട്രോളിയൊക്കെ ആയിട്ട് അവർ വലിച്ചു ഓടുകയാണ്. ആ സമയത്ത് വന്നിട്ടുള്ള പ്രശ്നം. നസീറയുടെ വിവരം കൃത്യമായിട്ട് അറിയാം. മൂന്ന് പറയുന്നു, 4 പറയുന്നു. കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വിടണം ഔദ്യോഗികമായി. ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഔദ്യോഗികമായി പുറത്തുവിടേണ്ടതുണ്ട്. അത് പുറത്തുവിട്ട് ക്രമീകരണം ഉണ്ടാവണം. കൂടുതൽ വിവരങ്ങളുമായി ദിൽഷ തിലകൻ നമ്മോടൊപ്പം ചേരുന്നു. ദിൽഷ, ഈ ഒരു പുകയുരുന്ന സാഹചര്യം അല്ലെങ്കിൽ വാർത്ത വന്നപ്പോൾ മുതൽ നമ്മുടെ ആശങ്കയായിരുന്നു, രോഗികളുടെ ജീവൻ ആയിരുന്നു നമ്മുടെ ആശങ്ക. ഇപ്പോൾ ആ ഒരു സംഭവത്തിൽ 3 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലെ തന്നെ ഒരു രോഗി മരിച്ചതായിട്ടാണ് ഇപ്പോൾ ടി സിദ്ദിഖ് MLA പറയുന്നത്. എന്നാൽ ആശുപത്രി അധികൃതരും പോലീസും ഇത് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം MLA പറയുന്നത് നിരവധി രോഗികൾ മരിച്ചതായി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതിലൊന്ന് വയനാട് കോട്ടപ്പടി സ്വദേശി നസീറയാണ്. ഇന്നലെയാണ് ഇവരിവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇവർ വിഷം കഴിച്ച് ഗുരുതര അവസ്ഥയിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനിടെയാണ് മരണമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഈ അധികൃതർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതിൽ മരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏകദേശം എത്ര രോഗികളെ മറ്റു ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പരിശോധനകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ആശുപത്രി അധികൃതരും മെഡിക്കൽ കോളേജ് പോലീസും എല്ലാം തന്നെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പരിശോധനകൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ കണക്കുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ ചികിത്സയിലായിരുന്ന 3 രോഗികൾ മരിച്ചിരിക്കുന്ന വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ നൽകിയത് ദിൽഷ തിലകൻ.